ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടന്റെ അടുത്തതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരുപാട് സിനിമകളിൽ ഒന്നായ തുടരും എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ഒഫീഷ്യൽ പോസ്റ്റർ എന്ന് വന്നിരിക്കുകയാണ്. ഈ കാണുന്ന ലാലേട്ടനും ശോഭനയും ഒരുമിച്ചുള്ള ഒരു പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. തരുൺ മൂർത്തി സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന സിനിമയുടെ ഏറ്റവും പുതിയ പോസ്റ്റർ. നാടോടിക്കാറ്റ് എന്ന സിനിമയിലെ വൈശാഖ സന്ധ്യ എന്ന ഗാനവും ഒപ്പം തന്നെ ഗാനത്തിലെ ഈ കാണുന്ന രംഗം, അതായത് ചായ പരിപ്പുവട രംഗങ്ങളെല്ലാം തന്നെ ഓർമ്മിപ്പിക്കുന്ന ഒന്നായിട്ട് മാറിയിരിക്കുകയാണ്. നല്ലൊരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനർ സിനിമയാണ് ലാലേട്ടൻ തരുൺ മൂർത്തി ശോഭന കോംബോയിലുള്ള സിനിമയിൽ നിന്നും നിലവിൽ നാം പ്രതീക്ഷിക്കുന്നത്. ചിത്രം 2025 ജനുവരി 30 തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. മോളിവുഡിൽ നിന്നുള്ള ഈ നവംബർ മാസത്തിലെ വലിയ വിജയം നേടിയെടുത്ത ഫാമിലി മിസ്റ്ററി ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിട്ട് മാറിയിരിക്കുകയാണല്ലോ സൂക്ഷ്മദർശിനി. സിനിമയുടെ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള കാത്തിരുന്ന യഥാർത്ഥ കളക്ഷൻ റിപ്പോർട്ട് കണക്കുകൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. 7 ദിവസത്തെ സിനിമയുടെ ഇന്ത്യൻ കേരള കളക്ഷനാണ് വന്നിരിക്കുന്നത്. അത് പ്രകാരം കേരള കളക്ഷൻ പ്രതീക്ഷ ലെവലിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. 14 കോടി നിലത്തോടെ ടച്ച് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ സിനിമ നേടിയെടുത്തതാകട്ടെ 13,25,00,000 ഗ്രോസ് ആണ്. അതേസമയം സിനിമയുടെ ആകെ 7 ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ 16 കോടി പിന്നിട്ടിരിക്കുകയാണ്. ഇനി വരാനുള്ളത് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ആണ്. അത് ഇന്ന് രാത്രിയോടെ തന്നെ നിലവിൽ നാം പ്രതീക്ഷിക്കുന്നുണ്ട്. 7 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 30 കോടി കടന്നിട്ടുണ്ടാകുമെന്നാണ് നിലവിൽ നമ്മുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷ ശരിവയ്ക്കുകയാണെങ്കിൽ ആ റിപ്പോർട്ടിനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. എന്തായാലും സൂക്ഷ്മദർശിനി ആദ്യ വീക്കെൻഡിൽ നല്ലൊരു തുടക്കം തുടങ്ങി പിന്നീട് 2 ദിവസങ്ങളിൽ പ്രതീക്ഷ ലെവൽ കളക്ഷൻ വരാത്ത സിനിമയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ബേസൽ നസ്രിയ കോംബോയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സൂക്ഷ്മദർശിനി എന്ന സിനിമയുടെ അടുത്ത ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട് ഈ വീക്കെൻഡ് കളക്ഷൻ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.